രണ്ട് എന്ന് പറയുന്നത് ഇതാണ് മാരകൻ. ഈ രാശിയുടെ രണ്ട് 7 ഈ രണ്ട് രാശിയുടെ അധിപരാണ് ചൊവ്വ. മാരകൻ എന്ന് പറയും 2 7 കൊല്ലാൻ കഴിവുള്ള ആളാണ്. ആ കൺസെപ്റ്റ് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കണം. കാര്യം നമ്മൾ ജനറലി പ്രഡിക്ഷൻ നടത്തുമ്പോൾ രണ്ടാം ഭാവാധിപനെയും ഏഴാം ഭാവാധിപനെയും നമ്മൾ ബെനിഫിഷ്യൽ ആയിട്ടാണ് എടുക്കുന്നത്. 2 കൊണ്ട് ധനം, 7 കൊണ്ട് നമ്മുടെ വിവാഹം, സ്പൗസ്, എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ ഈ മിക്സ് ആയി പോകരുത്. അതായത് ഒരു ജാതകം എടുക്കുമ്പം 2ാം ഭാവാധിപനെ 7ാം ഭാവാധിപനെ വെച്ചിട്ട് നമ്മൾ മാരകനെ കുറിച്ച് പറയാൻ നിൽക്കരുത്. ആദ്യം ഒരു കാരണവശാലും പറയാൻ നിൽക്കരുത്. എപ്പോഴത് മാരകനെ നോക്കേണ്ടത്? നമ്മൾ ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ദുരിതമോ നേരിടുമ്പോൾ മാത്രമേ മാരകൻ എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത എല്ലാ സമയത്തും നമ്മൾ 2ാം ഭാവാധിപനെ 7ാം ഭാവാധിപനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധനം നൽകുന്ന ആളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്പൗസാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് നിൽക്കുന്നത്, നെഗറ്റീവായിട്ട് ഒരാളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊല്ലാനല്ല. ഓക്കെ. അപ്പൊ ഈ കേസിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് സിവിയർ ആയിട്ടുള്ള അസുഖം ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മുടെ ഇയാളുടെ മാരകത്വം എടുക്കുന്നത്. അല്ലെങ്കിൽ അയാളൊരു നല്ല ചെറുപ്പക്കാരനാണ്. അയാൾക്ക് അയാളുടെ പ്രശ്നം ധനവും മറ്റു കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ ആ ആസ്പെക്റ്റിലേ നോക്കാൻ പാടുള്ളൂ. അവിടെ എടുത്ത് അയാളോട് വരുമ്പോൾ അയാൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ നോക്കിയിട്ട് അയ്യോ നിങ്ങളുടെ മാരകം കൂടെ നിൽക്കുകയാണ്, സിഗിയും കൂടുതലുണ്ട്, തീർന്നെന്ന് പറയരുത്. അയാൾ ആ ഒറ്റ പറച്ചിൽ തീർന്നു. ഇവിടെ വളരെ ഈ പറഞ്ഞ പോലെയാണ്, മാരകനാണ് ചൊവ്വ.